ഹായ് ഹലോ പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പം എയർപോർട്ടിലാണ് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ട്രാൻസിറ്റിന് വെയിറ്റിംഗ് പീരീഡാണ്. സോ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് 365 ദിവസം, ഒരു വർഷം ഞാൻ ഒരിടത്ത് ജോലി കംപ്ലീറ്റ് ചെയ്യുന്ന ഫസ്റ്റ് സംഭവമാണ്. അതിന് കർത്താവ് ചെയ്ത വലിയ കൃപയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നോർമലി ഞാൻ എവിടെ ജോലിക്ക് പോയാലും ഒരു 4 മാസമൊക്കെയാണ് മാക്സിമം അതിനുള്ളിൽ ഒരു വെക്കേഷന് വേണ്ടിയിട്ട് പോകും. ഇതും ഞാൻ 3 വർഷത്തെ കോൺട്രാക്റ്റാണ്. സോ 3 വർഷം കഴിഞ്ഞിട്ട് നാട്ടിൽ പോകുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ കർത്താവിൻ്റെ ജീവിതത്തിൽ ചെയ്തൊരു വലിയ നന്മ, ഞങ്ങൾ ആഗ്രഹിച്ചതിനപ്പുറമായിട്ട്, എക്സ്പെക്റ്റ് ചെയ്തതിനപ്പുറത്ത്, പ്രതീക്ഷയ്ക്ക് വിപരീതമായ കർത്താവ് ജീവിതത്തിൽ വലിയൊരു നന്മ തന്നു. സോ ആ നന്മ സ്വന്തം കണ്ണാൽ കാണണം എന്നുള്ള അത്യാഗ്രഹം കൊണ്ട് 3 വർഷം തികയാതെ ഫസ്റ്റ് ഇയറിൽ തന്നെ വെക്കേഷൻ എടുത്ത് വീട്ടിലേക്ക് ഓടുവാണ്. കർത്താവിന് 1000 നന്ദി. ഇതുവരെയും ഈ യാത്രയിലുടനീളം കർത്താവ് സൂക്ഷിച്ചു, കരുതി. പ്രാർത്ഥിച്ചതുപോലെ യാത്ര ഇതുവരെയും സുഖമായിരുന്നു. ഇപ്പോൾ നാട്ടിലൊരു മാസം വീട്ടുകാരുടെ കൂടെ, ചർച്ചിൻ്റെ കൂടെയൊക്കെ സന്തോഷമായിട്ടിരിക്കാൻ ഞാൻ പോവുകയാണ്. മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ക്രൈസിസ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സോ ഇവിടെയും ചെറുതായിട്ട് ഫ്ലൈറ്റ്സിനെ, ട്രാവൽസിനെയൊക്കെ അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉള്ള ഐലൻഡിൽ 20 ദിവസത്തേക്ക് മാത്രമേ ഫ്യൂലുള്ളൂ. അതുകൊണ്ട് തന്നെ ഒത്തിരി ഫ്ലൈറ്റ്സ് എല്ലാ ദിവസവും ഡിലേ ആവുന്നുണ്ട്, ക്യാൻസൽ ആവുന്നുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ച ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും കൂടി 620 ഫ്ലൈറ്റ്സ് ഒരു ദിവസം ഡിലേ ആൻഡ് ക്യാൻസലേഷൻ ഒറ്റ ദിവസം മാത്രം സംഭവിച്ചു. അപ്പം ഇത്രയും പൈസ കൊടുത്ത് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ വീണ്ടും കുറേ കാശ് നഷ്ടം വരും. സോ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു തുടങ്ങിയ കർത്താവ് കൃത്യമായി തന്നെ കാര്യങ്ങൾ അവസാനിപ്പിച്ച് തരും എന്നുള്ളത്. അപ്പം ടിക്കറ്റ് ഇട്ടപ്പോൾ എത്ര വിശ്വാസമായിരുന്നു അത് തന്നെയായിരുന്നു എനിക്ക് ഇന്നീ നിമിഷം വരെയും. കർത്താവ് വിശ്വസ്തത പുലർത്തി, ഒന്നിനും ഒരു ബുദ്ധിമുട്ടും വന്നില്ല. ഇന്നലെയും ഞങ്ങളുടെ ഗസ്റ്റിൻ്റെ ഫ്ലൈറ്റ് 2 മണിക്കൂർ ഡിലേ ആയി ആണ് ലാൻഡ് ചെയ്തത്. ടേക്ക് ഓഫും 2.5 മണിക്കൂർ ഡിലേ ആയിരുന്നു. പക്ഷേ എനിക്ക് കൃത്യസമയത്തായിരുന്നു. ഞാൻ ഇവിടെ ഇരുന്ന് എൻ്റെ ക്വയറ്റ് ടൈം ചെയ്യുമ്പോൾ, ബൈബിൾ വായിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ എനിക്കത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. കർത്താവ് വിശ്വസ്തനാണ്. നമ്മൾ കർത്താവിനെ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ എപ്പോഴും നമ്മുടെ ഏറ്റവും അടുത്ത സാന്നിധ്യമായിട്ട് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പം നമുക്ക് കർത്താവിൽ വിശ്വസിക്കാം. കർത്താവ് കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.